ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് വിത്ത് പി വൈക്യുവിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുഷാർ കിരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത 10 ചോദ്യങ്ങളുമായി വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്? ശരിയായിട്ടുള്ള അതിരുകളാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതാണ്? ഓപ്ഷൻ 4 ആണ്. കർണാടക, തമിഴ്നാട്, അറബിക്കടലാണ്. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഇനി നമുക്ക് അതിന്റെ വസ്തുതകളിലേക്ക് വരികയാണ് എങ്കിൽ നമുക്ക് നോക്കാം. കേരളം രൂപീകൃതമായത് 1956 നവംബർ 1. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. ഇനി കേരളത്തിന്റെ അതിർത്തികൾ നോക്കുകയാണ് എങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയുടെ അതിർത്തികൾ പഠിച്ചു. കേരളത്തിന്റെ അതിർത്തികൾ നോക്കുകയാണെങ്കിൽ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, അങ്ങനെയാണല്ലോ. ഇനി വടക്കേ അറ്റത്തുള്ള ജില്ല എല്ലാവർക്കും അറിയാം, കാസർഗോഡാണ്. തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഇനി വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അല്ലെങ്കിൽ അതിർത്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ് എന്ന് ഓർത്തിരിക്കുക. കർണാടക. ഇനി തെക്ക് കിഴക്കായിട്ടാണ് എങ്കിൽ ഏതാണ്? തെക്ക് കിഴക്കായിട്ട് തമിഴ്നാടാണ്. പടിഞ്ഞാറ് കാണപ്പെടുന്നത് ഏതാണ്? അറബിക്കടലാണ്. കേന്ദ്രഭരണ പ്രദേശം മാഹിയാണ്. അല്ലാതെ പടിഞ്ഞാറ് അതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അറബിക്കടലാണ് എന്ന് ഓർത്തിരിക്കുക. അറബിക്കടൽ. ഇനി കിഴക്കാണ് എങ്കിലോ കിഴക്ക് കാണപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. അപ്പൊ അതിർത്തികൾ പഠിച്ചല്ലോ. വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അറബിക്കടൽ അല്ലെങ്കിൽ മാഹി, കിഴക്ക് സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടം. ക്ലിയർ ആയി? അപ്പം കേരളത്തിന്റെ അതിർത്തികൾ പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം. ഇനി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ അതിർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കൂടുതൽ പ്രസ്താവനകൾ അല്ലെങ്കിൽ വസ്തുതകൾ ഉണ്ട്. അപ്പൊ അത് പഠിക്കണം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. നമ്മൾ പഠിച്ചു കേരളവുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വസ്തുതയാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. 2 സംസ്ഥാനങ്ങളാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്നത്, കർണാടകയും തമിഴ്നാടും. അങ്ങനെയെങ്കിൽ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രി. ഇനി കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ എന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചു മാഹി അല്ലെങ്കിൽ പുതുച്ചേരി. ഇനി ഈ മാഹിയുടെ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയുടെ 3 വശത്തും കണ്ണൂർ ജില്ലയും ഒരു വശത്ത് കോഴിക്കോട് ജില്ലയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കാലോ, കേന്ദ്രഭരണ പ്രദേശമായ മാഹിയുടെ ഒരു വശത്ത് ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. മറ്റു 3 വശത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഉണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ നിങ്ങൾക്ക് ഈ മാപ്പിലൂടെ കാണാൻ പറ്റും. ഏതൊക്കെയാണത്? ഒന്ന് കോട്ടയം, എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം, അതേപോലെ ആലപ്പുഴ, കോഴിക്കോട്. കോട്ടയം, കോഴിക്കോട്, ആലപ്പുഴ, ഈ 3 ജില്ലകളാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത 3 ജില്ലകൾ പഠിച്ചോളുക. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഇനി മറ്റൊരു പ്രസ്താവനയാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല നമ്മൾ പറഞ്ഞു വടക്ക് കിഴക്ക് ഭാഗത്താണ് കർണാടക, അല്ലെ? അപ്പം കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ ആയിരിക്കും? കാസർഗോഡ്, കണ്ണൂർ, വയനാട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്.
തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാ? അപ്പം ബാക്കിയെല്ലാം ഏതാ? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ഒഴിച്ച് ബാക്കി എല്ലാം കർണാടകയുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളെല്ലാം ഏതാ? വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഇവയെല്ലാം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഒരു ജില്ലയായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ തിരുവനന്തപുരവും കാസർഗോഡുമാണ്. തിരുവനന്തപുരം, കാസർഗോഡ്. അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രസ്താവന, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, തമിഴ്നാട്, കർണാടക ഈ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല, ഒരേ ഒരു ജില്ല ഏതാണ്? വയനാടാണ്. ഏത് താലൂക്കാണ്? സുൽത്താൻ ബത്തേരി താലൂക്കാണ്. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ്. ഇനി മറ്റൊരു പ്രസ്താവന ഇങ്ങനെയാണ്, തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മുത്തങ്ങയാണ്. മുത്തങ്ങ. ഓക്കെ ആണല്ലോ? ഇനി മറ്റൊന്ന്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം അറിയാലോ, നമ്മൾ മുമ്പ് പഠിച്ചു, ഗ്രാമം മുത്തങ്ങയാണ്. അങ്ങനെയെങ്കിൽ ഏക വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പം നമ്മള് അതിർത്തികളാണ് പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓരോ അതിർത്തികളും വടക്ക് ഏതാണ്? കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം. ഓക്കെ ആണല്ലോ? പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവുമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടകയാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തമിഴ്നാടാണ്. കേരളത്തിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം, അങ്ങനെയെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് പുതുച്ചേരി. ഈ മാഹി അല്ലെങ്കിൽ പുതുച്ചേരി, ഈ മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും 1 വശത്ത് കോഴിക്കോട് ജില്ലയുമാണെന്ന് ഓർത്തിരിക്കുക. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ 3 എണ്ണമാണ്: ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഇനി കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ്, കണ്ണൂർ, വയനാട്. ഇനി 2 എണ്ണവുമായിട്ട് കാസർഗോഡായിട്ടും കർണാടകയുമായിട്ടും തമിഴ്നാടായിട്ടും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ജില്ല ഏതാണ്? അതും വയനാടാണ്. ഇനി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാ? ഇന്ത്യയില് ദേശീയ വരുമാനം കണക്കാക്കാവുന്ന സ്ഥാപനം, നമ്മൾ ദേശീയ വരുമാനം ഒക്കെ പഠിച്ചു, ദാദാഭായ് നവറോജിയെ പറ്റി പഠിച്ചു, മഹലനോബിസിനെ പറ്റി പഠിച്ചു അല്ലെ? ഇനി ഇതിനകത്ത് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം, ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം. അപ്പൊ നമുക്ക് അറിയണമല്ലോ എന്താണ് ഈ CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മുഖ്യമായും സർക്കാരിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കണക്കെടുപ്പ് നടത്തുന്നതാണ് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. CSO മുൻപ് അറിയപ്പെട്ടിരുന്ന പേര്
സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു. ഈ ഓഫീസ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നേരത്തെ അറിയപ്പെട്ടിരുന്ന പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു. നിലവില് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിലാണ്. ഓർത്തിരുന്നോളുക, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തിന് കീഴിലാണ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. CSOയുടെ ആസ്ഥാനം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. തലവൻ ഡയറക്ടർ ജനറൽ ആണ്. ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. അതിന്റെ തലവനായിട്ടിരിക്കുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. ഔദ്യോഗിക ബുള്ളറ്റിനുള്ള പത്രം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഔദ്യോഗിക ബുള്ളറ്റിനായ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധവളപത്രമാണ്. പ്രസിദ്ധീകരണം തുടങ്ങിയത് 1956 ധവളപത്രം, CSOയുടെ ബുള്ളറ്റിൻ പത്രം, ഔദ്യോഗിക ബുള്ളറ്റിൻ പത്രമാണ് ധവളപത്രം. 1956 പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഈ അടുത്ത പ്രസ്താവന ഇന്ത്യയുടെ ഊർജ മേഖലയെ പറ്റിയുള്ള CSOയുടെ വാർഷിക പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഊർജമാണ്. ഊർജം വരുമ്പോ എന്തായിരിക്കും? എനർജിയാ. അപ്പം എനർജി സ്റ്റാറ്റിസ്റ്റിക്സ്. ക്ലിയർ ആയോ? ഇന്ത്യയുടെ ഊർജ മേഖലയെ പറ്റിയുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ വാർഷിക പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ്. ഔദ്യോഗിക ബുള്ളറ്റിനായ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധവളപത്രം. രണ്ടുകൂടെ തിരിഞ്ഞു പോകരുതേ. അടുത്തത് NSSO. നമ്മൾ CSO പഠിച്ചു. NSSO എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ് NSSO എന്ന് പറയുന്നത്. CSO പഠിച്ചു. അടുത്ത NSSO എന്താണ്? NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് സ്ഥാപിതമായത് 1950. NSSO സ്ഥാപിതമായത് 1950. അപ്പൊ എന്താണ് ഈ NSSO എന്ന് പറയുന്നത്? ദേശീയ തലത്തില സാമൂഹ്യ സാമ്പത്തിക മേഖലകളെ കുറിച്ച് സർവേ നടത്തുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച ഏജൻസിയാണ് NSSO. CSO നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസിയാണ് CSO. NSSO എന്താണ്? സർവേ ആണ് അല്ലെ. അപ്പൊ ദേശീയ തലത്തില് സാമൂഹ്യ സാമ്പത്തിക മേഖലകളെ കുറിച്ച് സർവേ നടത്തുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച ഏജൻസിയാണ് NSSO അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഈ NSSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സർവേക്ഷണയാണ്. സർവേക്ഷണ ഒരു ത്രൈമാസികയാണ്. സർവേക്ഷണ. NSSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേർണൽ അല്ലെങ്കിൽ മാഗസിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സർവേക്ഷണയാണ്. സർവേക്ഷണ. മറ്റേത് നമ്മൾ പറഞ്ഞു, CSOയുടെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു ഏതായിരുന്നു? ബുള്ളറ്റിൻ ധവളപത്രമായിരുന്നു. അതേപോലെ തന്നെ പ്രസിദ്ധീകരണം എനർജി, ഊർജവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസിദ്ധീകരണം എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. ഇവിടെ NSSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ജേർണൽ അല്ലെങ്കിൽ മാഗസിൻ ഏതാണ് ചോദിച്ചുള്ളത്? സർവേക്ഷണയാണ്. സർവേക്ഷണ. ഇനി NSSOയുടെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്. ഒന്ന് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, രണ്ടാമത്തത് ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻ, 3 ഡേറ്റ പ്രോസസിംഗ് ഡിവിഷൻ, 4 സർവേ കോർഡിനേഷൻ ഡിവിഷൻ. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ എക്സ്പാൻഡഡ് ഫോം ഒക്കെ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് NSO. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CSOയും NSSOയും കൂടി ചേരുന്നതാണ് ഈ NSO എന്ന് പറയുന്നത്. CSOയും NSSOയും കൂടി ചേരുന്നതാണ് CSO എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതേപോലെ തന്നെ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഇത് രണ്ടുകൂടെ ചേരുന്നതാണ് NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. CSOയും NSSOയും ലയിച്ചതിന്റെ ഫലമായിട്ട് നിലവിൽ വന്ന സ്ഥാപനം. ഇത് രണ്ടും കൂടി ചേർന്ന് അല്ലെങ്കിൽ ലയിച്ചതിന്റെ ഫലമായിട്ട് വന്ന സ്ഥാപനമാണ് NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. CSOയെയും NSSOയെയും
ലയനത്തിന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകിയത് 2019 മെയ് 23-നാണ്. 2019 മെയ് 23-ന്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഈ CSSOയുടെയും NSSOയുടെയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെയും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെയും ലയനത്തിൽ വന്നതാണ് NSO അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ ഓഫീസ് അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? ഒന്ന് CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണെന്ന് പറഞ്ഞു. അതായിരുന്നു നമ്മുടെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസി ഏതാ? CSO. NSSO ആകുമ്പോൾ അവിടെ എന്ത് വരും? സർവേ ആണ് വരുന്നത്. സർവേക്ഷണ മാഗസിൻ അല്ലെങ്കിൽ ജേണൽ ഓർത്തിരിക്കുക NSSOയുടെ. ഇനി ഇത് രണ്ടിന്റെയും കൂടി ലയനത്തിൽ ഉണ്ടായതാണ്, ലയനമായി ബന്ധപ്പെട്ടുകൊണ്ട് ലയിച്ച് ഉണ്ടായ സ്ഥാപനമാണ് ഏത്? NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ നമ്മൾ മോർണിംഗ് വിത്ത് PYQ ഉണ്ട്, വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, മൈക്രോ PDF നോട്ട്സ്, കറണ്ട് അഫയേഴ്സ്, ഡെയിലി CA പോൾ വർക്കൗട്ട് എക്സാംസ്, ഇതെല്ലാം ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ടതാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, 10th ലെവൽ മെയിൻസ്, യൂണിഫോം വർക്കൗട്ട് ബാച്ച് എന്നിവയ്ക്കെല്ലാം സല്യൂട്ട് 2024 ഈ വർക്കൗട്ട് ബാച്ചിലേക്കെല്ലാം അഡ്മിഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അഡ്മിഷൻ വേണ്ടുന്നവരെ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, വാട്സപ്പ് മെസ്സേജ് അയക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ ചോദ്യം, ആ വർക്കൗട്ട് ബാച്ചിൽ തന്നിരിക്കുന്ന എല്ലാ പോർഷൻസും പഠിച്ച ശേഷം കൃത്യം 9 മണിക്ക് ടെലഗ്രാമിൽ പോൾ വർക്കൗട്ട് എക്സാം ഉണ്ട്. അതെല്ലാവരും നിർബന്ധമായിട്ടും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ 2 ക്ലാസ് ആയിട്ട് പഠിച്ചു. അടുത്ത ചോദ്യം ഇതാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണ്? മറക്കരുത്, 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല അല്ലെ? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന നോക്കി. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. 2, 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ ആണ്. ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞാണ്. പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞാണ്, മറ്റംഗങ്ങളുടെ കാര്യങ്ങൾ, മലയാളികളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇവിടെ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷൻ ആണ്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതേപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമാണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയിരിക്കുന്നത്. 1946 നമ്മൾ പറഞ്ഞു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13-നാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആരാണ് അവതരിപ്പിച്ചതെന്നും ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ്.
ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ഒരു ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് 1947 ജനുവരി 22-നാണ്. ഡിസംബർ 13-ന് 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. ഇത് ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് 1947 ജനുവരി 22-നാണ്. 1947 ജനുവരി 22. ക്ലിയർ ആയോ? ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. KASനെ പറ്റി കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഇനി ഇവിടെ പറയുന്നത് ഈ KAS രൂപീകരിക്കാൻ അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. നോക്കൂ, കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുസേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെട്ട വ്യക്തികളുടെ റിക്രൂട്ട്മെന്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്നതിനുള്ള നിയമമാണ് KAS എന്ന് പറയുന്നത്. കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്നത് ഏതാണ്? 1968 സെപ്റ്റംബർ 17-നാണ്. അപ്പൊ കേരള പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറയുന്നത് 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുസേവനങ്ങളിലേക്കും തസ്തികകളിലേക്കും നിയമിക്കപ്പെട്ട വ്യക്തികളുടെ റിക്രൂട്ട്മെന്റും സേവന വ്യവസ്ഥകളും നിയന്ത്രിക്കുന്നതിനുള്ള നിയമം. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. അപ്പൊ ഇത് നിലവിൽ വന്നത് 1968 ഏത് ദിവസമാണ്? സെപ്റ്റംബർ 17-ആണെന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് കുറച്ച് സെക്ഷൻസ് ആണ്, ഓർത്തിരുന്നോളുക. സർവീസ് ചട്ടങ്ങളെ നിർമ്മിക്കാനും ഭേദഗതി ചെയ്യാനുമുള്ള നിയമപരമായ അധികാരം കേരള ഗവൺമെന്റിന് നൽകുന്നു എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണെന്നൊരു ചോദ്യം വരാം. സർവീസ് ചട്ടങ്ങളെ നിർമ്മിക്കാനും അവയെ എന്ത് ചെയ്യണം? ഭേദഗതി ചെയ്യാനുമുള്ള നിയമപരമായ അധികാരം ആർക്ക്? കേരള ഗവൺമെന്റിന് നൽകുന്നു എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 2 സബ്സെക്ഷൻ 1. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ഒന്ന് പഠിച്ചല്ലോ. സെക്ഷൻ 2 സബ്സെക്ഷൻ 1 എന്തിനു വേണ്ടി? സർവീസ് ചട്ടങ്ങളെ ഭേദഗതി ചെയ്യാനും നിർമ്മിക്കാനുമുള്ള നിയമപരമായ അധികാരം ആർക്ക് നൽകുന്നു? കേരള ഗവൺമെന്റിന് നൽകുന്നു എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ. അടുത്തത്, ഈ വകുപ്പിന് കീഴിലുള്ള എല്ലാ നിയമങ്ങൾക്കും നിയമസഭയുടെ മുമ്പാകെ ഒരു സെക്ഷനിലോ അല്ലെങ്കിൽ തുടർച്ചയായ 2 സെക്ഷനിലോ ഉൾപ്പെടുന്ന 14 ദിവസത്തെ മൊത്തം കാലയളവിൽ സ്ഥാപിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 2 ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ആ വകുപ്പിന് കീഴിലുള്ള എല്ലാ നിയമങ്ങൾക്കും നിയമസഭയുടെ മുമ്പാകെ ഒരു സെക്ഷനിലോ അല്ലെങ്കിൽ തുടർച്ചയായ 2 സെക്ഷനിലോ 14 ദിവസത്തെ മൊത്തം കാലയളവിൽ സ്ഥാപിക്കണം എന്ന് പരാമർശിക്കുന്നത് വകുപ്പ് 2 സബ്സെക്ഷൻ 2 ആണ്. ഇനി അടുത്ത വകുപ്പ് ഏതാ? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരം 1968 സെപ്റ്റംബർ 16 വരെ രൂപീകൃതമായ കേരളത്തിലെ എല്ലാ സർവീസ് നിയമങ്ങളും ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നതായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പ് ഏതാ? കേരള പബ്ലിക് സർവീസ് ആക്ടിന്റെ കീഴിൽ പരിധിയിൽ വരുന്നതായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പ് ഏതാണ്? അത് വകുപ്പ് 3 ആണ്. വകുപ്പ് 1 സബ്സെക്ഷൻ 1 പഠിച്ചു, വകുപ്പ് 2 സബ്സെക്ഷൻ 2, അതേപോലെ തന്നെ വകുപ്പ് 3 ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത് പ്രകാരം? അനുച്ഛേദം 309 പ്രകാരം. അത് ഇമ്പോർട്ടന്റ് ഓർത്തിരുന്നോളുക. 1968 സെപ്റ്റംബർ 16 വരെ രൂപീകൃതമായ കേരളത്തിലെ എല്ലാ സർവീസ് നിയമങ്ങളും ഈ ഒരു ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 3 ആണ്.
ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? അപ്പം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ എ, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? നമ്മൾ പഠിക്കും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്താണ് എന്ന്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്? ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരത്തെ നിയന്ത്രിക്കുന്നതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ളതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തത് ശരിയാണ്. രണ്ടാമത് നോക്കൂ, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം. ഈ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമൻ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 3, ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച രാജാവ് ചാൾസ് ഒന്നാമനാണ്. 1928 ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. നമ്മൾ പറഞ്ഞു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. അത് ഒപ്പുവെച്ചത് ആരാണ്? ചാൾസ് ഒന്നാമനാണ്. ഏത് വർഷമാണ്? 1628 ആണ്. അപ്പൊ മൂന്നാമത്തതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കൂ, ജോൺ ഹംഡൻ ആണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓർത്തിരുന്നോളുക, മറന്നു പോവരുത്. ജോൺ ഹംഡൻ ആണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ശതവത്സര യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു 1937 ശതവത്സര യുദ്ധം നടന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അറിയേണ്ടത് മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം 1688 1689 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ മഹത്തായ വിപ്ലവത്തിന്റെ കാലഘട്ടം 1688 മുതൽ 1689 വരെയായിരുന്നു. എന്തിനു വേണ്ടിയുള്ളതായിരുന്നു ഈ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്? ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവം. പാർലമെന്റ് അവകാശ നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ AD 1689 പാർലമെന്റ് ഈ ഒരു അവകാശ നിയമം പാസ്സാക്കിയത് AD 1689. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മഹത്തായ വിപ്ലവം നമ്മൾ പഠിച്ചു. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്നതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച രാജാവ് ഏതാണെന്ന് ചോദിച്ചാൽ ചാൾസ് ഒന്നാമനാണ്. വർഷം 1628. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംഡൻ ആണ് എന്നോർത്തിരിക്കുക. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജാവുണ്ട്. അതാരാണ്? ജെയിംസ് രണ്ടാമനാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇതെല്ലാം ഓർത്തിരുന്നോളുക. ഓക്കെ. അപ്പം രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് രണ്ടാമനാണ്. അപ്പൊ നമുക്ക് ഈ ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞു അല്ലെ. ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതും ചാൾസ് ഒന്നാമനാണ്. 1649 ജനുവരി 30 1649 ജനുവരി 30 ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി
വധിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ വധിക്കപ്പെട്ട ഭരണാധികാരി 1649 ജനുവരി 30 രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചത് ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന അധികാരി അല്ലെങ്കിൽ ജനാധിപത്യവാദി ആരാണെന്ന് ചോദിച്ചാൽ അത് ഒളിവർ ക്രോംവെൽ ആണ്. ഒളിവർ ക്രോംവെൽ ആണ് ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് നിലവിൽ വന്ന അല്ലെങ്കിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധികാരി അല്ലെങ്കിൽ ജനാധിപത്യവാദി. സ്വേച്ഛാധികാരി അല്ല, ജനാധിപത്യവാദി ആരാണെന്ന് ചോദിച്ചാൽ അത് ഒളിവർ ക്രോംവെൽ ആണ്. ഒളിവർ ക്രോംവെൽ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, കെ ഫോൺ പദ്ധതിയെ കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോൺ പദ്ധതി ഏതാണ്? കെ ഫോൺ പദ്ധതി എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ സേവനം, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം, എല്ലാ വീടുകളിലും ലാൻഡ് ഫോൺ സേവനം, എല്ലാ വീടുകളിലും വയർലെസ് സേവനം. കെ ഫോൺ പദ്ധതിയെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ് കെ ഫോൺ എന്ന് പറയുന്നത്. കെ ഫോൺ 12 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്കും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. കെ ഫോൺ. കെ ഫോൺ ഏതാണ്? ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ ഇന്റർനെറ്റ് വിതരണ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പം 12 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പ്രോഗ്രാം. സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ ഇന്റർനെറ്റ് വിതരണ പദ്ധതി കെ ഫോൺ. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കെ ഫോൺ ആണ്. ഓർത്തിരുന്നോളുക. കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പ്രോജക്റ്റ് ആണ് കെ ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കെ ഫോൺ സംബന്ധിച്ച അതിവേഗ ഇന്റർനെറ്റ് പദ്ധതിയാണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്ക് പ്രസ്താവന നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഒന്നാമത്തെ പ്രസ്താവന ഏതാണ്? അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കി. 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? മൂന്നാമത്തത്, ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആ ഒരു കമ്മിറ്റിയിലെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. ശരിയായിട്ടുള്ളയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗമാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒന്ന്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. അപ്പം 1, 3, 4 ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 3, 4. അങ്ങനെയെങ്കിൽ വിവരാവകാശ നിയമം 2005 12-ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് പ്രസ്താവന, വിവരാവകാശ നിയമം 2005 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരാവകാശ നിയമം 2005 പഠിച്ചു. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പറയുന്നത്. വിവരാവകാശ നിയമം 2005 12-ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഏത് വകുപ്പാണ്? 12-ാം വകുപ്പ് പ്രകാരമാണ്. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ
രൂപീകരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. അടുത്തത് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പ്രസ്താവിക്കുന്ന സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ആണ് എന്ന് ഓർത്തിരിക്കുക. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി, നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ്. 5 അംഗ സംഘമാണ് നമ്മൾ ആ പ്രസ്താവനയെ പറഞ്ഞത്. 5 അംഗ സംഘമല്ല, 3 അംഗ സംഘമാണ്. ആരൊക്കെയാണ്? 1 പ്രധാനമന്ത്രി, 2 ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, 3 പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഈ 3 പേര് കൂടിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല. സെക്ഷൻ 12 സബ്സെക്ഷൻ 6 പ്രകാരം കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറോ താഴെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല. ഏതൊക്കെ കാര്യങ്ങളാണ്? 1 പാർലമെന്റിൽ അംഗമാകുക, 2 ഏതെങ്കിലും നിയമസഭയിലെ അംഗമാകുക, 3 മറ്റെന്തെങ്കിലും ആധാരകരമായ ഉദ്യോഗം വഹിക്കുക, 4 ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുക. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളുമായി ഒന്നും കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറോ ബന്ധപ്പെടാൻ പാടുള്ളതല്ല. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. കെമിസ്ട്രി എന്നൊരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ്. എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1 ഇലക്ട്രോൺ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണോ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണോ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണോ? ആണ്. അപ്പൊ ഒന്നാമത്തത് ശരിയാണ്. പ്രോട്ടോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണിന് ചാർജ് ഇല്ലേ? ചാർജ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. 3 പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. പ്രോട്ടോൺ ചാർജ് ഇല്ലെന്ന് പറഞ്ഞു, അത് തെറ്റാണ്. പ്രോട്ടോണിന് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അത് ശരിയാണ്. ന്യൂട്രോണിന് നെഗറ്റീവ് ചാർജ്, അത് ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പൊ ഇലക്ട്രോണിന് ഓർക്കാൻ എളുപ്പമാണ്, ഈ നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ്. അപ്പം ഈ നെഗറ്റീവ് ആവുമ്പോ എന്താണ്? ഈ നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പി. അപ്പം പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ആണ്. എന്തില്ല? ചാർജ് ഇല്ല. ചാർജ്ലെസ് ആണ്. പഠിക്കാൻ എളുപ്പമാണല്ലോ. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല, ചാർജ്ലെസ് ആണ്. 3 ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ ചാർജ് ഇല്ല. അപ്പൊ 1 ഉം 3 ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡികൾ. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. നോക്കി, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കണ്ടന്റ് ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമാണ്. ചിലതിനകത്ത് 36 ഒരു ഭാഗമാണെന്നും റേഷ്യോ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നോക്കിയിരിക്കാം. ന്യൂക്ലിയസിന് പുറത്തായിട്ട് കാണപ്പെടുന്നതാണ് ഇലക്ട്രോൺ. നമുക്കറിയാം, നമ്മളൊരു ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഷെൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നടുക്ക് വരുന്നതാണ് പ്രോട്ടോണും ന്യൂട്രോണും. അതിന് ചുറ്റുമായിട്ടുള്ള സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്സിനകത്താണ് എന്ത് കാണപ്പെടുന്നത്?
ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. നടുക്ക് പ്രോട്ടോണും ന്യൂട്രോണും, പുറത്താണ് ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്, അതിന് പുറത്താണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. ഇനി പ്രോട്ടോണിലേക്ക് വരികയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്, ന്യൂക്ലിയസിൽ കാണുന്നു. ന്യൂട്രോൺ എടുക്കുകയാണെങ്കിൽ ചാർജ് ഇല്ല, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്ത് കാണുന്നു. മറ്റ് ഷെൽസിനകത്ത് അല്ലെങ്കിൽ ഓർബിറ്റൽസിനകത്താണ് KLMN എന്നിങ്ങനെയുള്ള ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിനകത്താണ് എന്ത് കാണുന്നത്? ഇലക്ട്രോൺ കാണുന്നത് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ഒന്ന്, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പഠിച്ചു പോയിക്കോളുക. കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന പഠിച്ചു പോയിക്കോളുക. ഒന്ന്, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിച്ചത്. രണ്ട്, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ശരിയാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? നമുക്കറിയാം, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതിനകത്ത് യോജിക്കാത്ത പ്രസ്താവന 3 മാത്രമാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ഒന്ന്, ഓർത്തിരുന്നോളുക, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. രണ്ട്, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. മൂന്ന്, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഇപ്പൊ മൂന്നാമത്തെ നവോത്ഥാന നായകനാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ 2 ക്ലാസ്സിലും 2 നവോത്ഥാന നായകന്മാരെ പറ്റി നമ്മൾ പഠിച്ചു. ഓർത്തിരിക്കുക, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിച്ചത്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. 3, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. അങ്ങനെയെങ്കിൽ നോക്കൂ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ. പ്രതിയോഗികള് പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ കുമാരഗുരുദേവനാണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിട്ടുള്ളത് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? അത് ശരിയായ ജോഡികളൊക്കെ കണ്ടെത്താൻ ചോദിക്കും. ആരാണത്? കുമാരഗുരുദേവനാണെന്ന് ഓർത്തിരിക്കുക. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള, വെട്ടിയാട്ട് അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധവുമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ്? അത് വാകത്താനമാണ്. 1906 വാകത്താനത്ത് വെച്ചാണ് ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം. അടുത്തത്, 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ ആണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള്? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായ നവോത്ഥാന നായകൻ കുമാരഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ
പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച നവോത്ഥാന നായകൻ, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. അവശത അനുഭവിച്ച ജനവിഭാഗത്തിന്റെ മോചനത്തിനായി ഇമ്പോർട്ടന്റ് ആണ് അടിലഹള അല്ലെങ്കിൽ വെട്ടിയാട്ട് അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. 1906 വാകത്താനം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനത്തെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം ഇതാണ്: തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി 2022 പ്രഖ്യാപിച്ച സ്ഥലം ഏത്? തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായിട്ട് 2022 പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അരിട്ടാപ്പെട്ടിയാണെന്ന് ഓർത്തിരിക്കുക. തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായിട്ട് ഏത് വർഷമാണ് 2022 പ്രഖ്യാപിച്ച സ്ഥലം അരിട്ടാപ്പെട്ടിയാണ്. അരിട്ടാപ്പെട്ടി തമിഴ്നാട്ടിലെ മധുര ജില്ലയിലാണ് അരിട്ടാപ്പെട്ടി സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 35ാമത്തതുമായ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റാണ് അരിട്ടാപ്പെട്ടി എന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന് നമ്മൾ പറഞ്ഞു 2022 തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലം അരിട്ടാപ്പെട്ടിയാണ്. മധുര ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 35ാമത്തതുമായ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റ് ആണ് അരിട്ടാപ്പെട്ടി. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ഗുഡ് മോർണിംഗ് വിത്ത് PYQ എല്ലാ ദിവസവും മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉള്ളതുകൊണ്ടായിരുന്നു ഇത്രയും ഡിലേ വന്നത്. ഇനി മുതൽ എല്ലാ ദിവസവും മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിൽ നമ്മൾ ഗുഡ് മോർണിംഗ് വിത്ത് PYQ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് കൃത്യം 9 മണിക്ക് ടെലഗ്രാമിൽ എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് നമ്മുടെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ 9 മണിക്ക് പോൾ വർക്കൗട്ട് എക്സാം ഗുഡ് മോർണിംഗ് വിത്ത് PYQ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളുടെയും പോൾ വർക്കൗട്ട് എക്സാം നമ്മൾ നടത്തും. അത് എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.